സംശയമില്ലാത്ത സത്യമാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതെങ്ങനെ അന്ധവിശ്വാസമാകും? ഇത് അന്ധകാരത്തെ മാറ്റുന്ന വിശ്വാസമല്ലേ? ക്ഷേത്രത്തില് നമ്മൾ ആരതി കാണിക്കുമ്പോൾ, ഒരു മഹാത്മാവിന്റെ മുമ്പിൽ ആരതി കാണിക്കുമ്പോൾ ഉപനിഷത്തിൽ ഒരു ശ്ലോകം പറയും, നതത്ര സൂര്യോഭാദിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. മനുഷ്യനെ പൂജിക്കണ അല്ലത്. നമ്മൾ ഇവിടുത്തെ ദേവിയെ, ഇവിടുത്തെ വിഗ്രഹത്തെ പൂജിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം. അല്ലയോ ഈശ്വര, അവിടുത്തെ മുമ്പിൽ നതത്ര സൂര്യൻ ശോഭിക്കുന്നില്ല, ചന്ദ്രനും നക്ഷത്രങ്ങളും ശോഭിക്കുന്നില്ല. ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി, ഈവൻ ഈ ഇടിമിന്നൽ പോലും ശോഭിക്കുന്നില്ല. കുതോയം അഗ്നി, പിന്നെ അഗ്നിയുടെ കാര്യം പറയാനുണ്ടോ? ഈ പ്രകാശ സ്രോതസ്സായിട്ടുള്ള പ്രപഞ്ചത്തെ പ്രകാശം പരത്തുന്ന ഒരു സ്രോതസ്സും സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അഗ്നിയോ ഇടിമിന്നലോ ഒന്നും അവിടുത്തെ മുമ്പിൽ ശോഭിക്കുന്നില്ല. അവിടുന്ന് മാത്രമാണ് ശോഭിക്കുന്നത്. അനുഭാതി സർവം, അവിടുത്തെ ശോഭയാലാണ് സൂര്യൻ ജ്വലിക്കുന്നത്, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് അവിടുത്തെ പ്രകാശം കൊണ്ടാണ്. ആ ഭാവനയോടുകൂടെയാണ് നമ്മൾ മഹാത്മാക്കളെ പൂജിക്കുന്നത്, നമ്മൾ ക്ഷേത്രത്തെ ആരാധിക്കുന്നത്. ഈ പ്രകാശത്തെ പൂജിക്കുന്ന ഈ സംസ്കൃത ഉപനിഷത്ത് മന്ത്രം പറഞ്ഞുകൊണ്ടാണ് പോറ്റി ആരതി കാണിക്കുമ്പോൾ അതെങ്ങനെ അന്ധവിശ്വാസമാവും? അന്ധം എന്ന് പറഞ്ഞാൽ ഇരുട്ടല്ലേ? ഇതിവിടെ ഇരുട്ടിനെ പറ്റി പറയണു. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഈ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. തിരിച്ചറിയരുത് എന്ന് കുറച്ചു പേര് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ദെയർ എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലൊന്നും ഭഗവത്ഗീത പഠിപ്പിക്കാൻ പാടില്ല. നിയമമാണ്, അലിഖിതമായ നിയമമാണ്. പണ്ട് കാലത്ത് നിയമം ഉണ്ടാക്കി വെച്ചു, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെന്റിന് ഏറ്റെടുക്കാം, അവര് മതപഠനങ്ങളൊന്നും പാടില്ല. നേരെ മറിച്ച് ന്യൂനപക്ഷ മതങ്ങൾ, ക്രിസ്ത്യൻസിനും മുസ്ലിം സഹോദരങ്ങൾക്കും സിഖുകാർക്കും എല്ലാം അവരുടെ ക്ഷേത്രത്തിലെ വരുമാനം അവരുടെ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് തിരുത്തണ്ടേ? നമ്മുടെ സഹോദരങ്ങൾ 41 ദിവസം വ്രതം എടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവച്ച്, ഓട്ടോറിക്ഷ ഡ്രൈവറോ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന സഹോദരങ്ങൾ എന്തെങ്കിലും കൊണ്ടുവച്ച് നെയ്വിളക്ക് കത്തിച്ച് കൊണ്ടുവച്ച വെക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് തൊടുന്നില്ല, ഗുരുവായൂരപ്പൻ തൊടുന്നില്ല, അയ്യപ്പ ഭഗവാനെ തൊടുന്ന ആരെയും ഞാൻ ആരുടെ വിശ്വാസത്തെയൊന്നും പറയുന്നതല്ല, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേറൊരു കാര്യത്തിലേക്ക് സൂചിപ്പിക്കാൻ. ഈ സമ്പത്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഔന്നത്യത്തിന് വേണ്ടി, അടുത്ത തലമുറയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? അതിന് തയ്യാറാകാത്തവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? ഇതാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാരതം ഉണർന്ന് ഉയർന്ന് അഭിവൃദ്ധി പ്രാപിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ അമ്മയുടെ എല്ലാ മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ, നമ്മളെ നേർവഴി നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു. ഓം അമൃതീശ്വരി നമഃ.